പ്രായഭേദമന്യേ എല്ലാവർക്കും കാണുന്ന ഒരു പ്രശ്നമാണ് നരമുടി, അതായത് വെളുത്ത മുടി. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ മുടികൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും, വെളുത്ത മുടികളെ. അപ്പം നമുക്കൊരു ടെൻഷൻ. ചില ആൾക്കാർക്ക് 30 വയസ്സേ കാണത്തുള്ളൂ. അയ്യോ, മുടിയെല്ലാം നരച്ചു കഴിഞ്ഞു, പ്രായമായോ? എങ്കിൽ പ്രായമായില്ല, പിന്നെ എങ്ങനെ നരച്ചു എന്നുള്ളൊരു ടെൻഷൻ. അതിൻ്റെ പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഉറക്കക്കുറവ്, ടെൻഷൻ, മാനസിക സമ്മർദ്ദം, തൈറോയിഡിൻ്റെ പ്രശ്നം, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ മൂലം, ഉറക്കക്കുറവും ടെൻഷനും മൂലവും തീർച്ചയായിട്ടും മുടി നരയ്ക്കും. പക്ഷേ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അവർക്കും ഇല്ലേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്തെല്ലാം വിഷമങ്ങൾ കാണും, ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിലും നമ്മൾ കഴിവതും ടെൻഷൻ കുറച്ച് പോവുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇലക്കറികൾ, പച്ചക്കറികൾ, ചീരയില, മുരിങ്ങയില, നെല്ലിക്ക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വൈറ്റമിൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മത്തി കഴിക്കുക, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ തലമുടി നരയ്ക്കുന്ന കുറയാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന കാര്യം. പിന്നെ നമുക്ക് പുറമേയും കൂടെ തേച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം കണ്ടു തുടങ്ങും. പിന്നെ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടുള്ള നരകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ മൂലം മുടി നരയ്ക്കുന്നുണ്ടാവാം. ഇങ്ങനത്തെ ഉള്ളവരൊക്കെ ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. എങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് നല്ലൊരു ഹെയർ ഡൈ പറഞ്ഞു തരാം. ഇത് നമ്മൾ ഹെയർ ഡൈ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഹെയർ പാക്ക് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ മുടി നര കുറയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ വരും. അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ. അപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്കിൽ പോയി മലയാളമാക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ നരമുടിയൊക്കെ കുറഞ്ഞു വരാനായിട്ടും മുടി നല്ല കട്ട കറുപ്പാക്കാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം നമ്മുടെ കറിവേപ്പിലയാണ്. എല്ലാവരുടെയും വീട്ടിൽ തന്നെ വീട് വെക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ തന്നെ കറിവേപ്പിലുണ്ട്. ഈ വക ഫ്ലാറ്റിൽ ഒക്കെയാണ് ഒരു ചെറിയ ചട്ടിയിലാണ് കറിവേപ്പില വെച്ച് പിടിപ്പിക്കുക. ഒരു തണ്ട് കറിവേപ്പില എടുക്കുക. ഒരു അത്യാവശ്യം മുഴുത്ത ഒരു തണ്ട് കറിവേപ്പില എടുക്കുക. അതിൻ്റെ ആ ഒരു കറിവേപ്പില മാത്രം എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി, 1 ടീസ്പൂൺ കയ്യോന്നിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും മതി. അങ്ങനത്തെ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. നെല്ലിക്കാപ്പൊടി ടാഗ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യൂന്നിപ്പൊടി ടാഗ് ചെയ്തേക്കാം. പിന്നെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞല്ലോ, കരിഞ്ജീരകം ടാഗ് ചെയ്തേക്കാം. വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നോക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം. ഇപ്പോൾ ചിലവർ പറയും ഞാൻ വെളിച്ചെണ്ണ തേക്കാറില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എണ്ണ തേക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 100 മില്ലി അളവിൽ നമുക്കെടുക്കാം വെളിച്ചെണ്ണ. അപ്പോൾ ആ ഒരു പാകം നമ്മൾ കാച്ചേണ്ടത് 100 മില്ലി അളവിലെടുക്കാം. നമ്മൾ ഒരു ചെറിയ കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക്, ചീനച്ചട്ടിയിലേക്ക് 100 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ ആദ്യം ഇടേണ്ട സാധനമാണ് നമ്മുടെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പിലയും കരിഞ്ജീരകവും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മൂത്ത് പെട്ടെന്ന് തന്നെ അതായത് തീ കൂട്ടി വെച്ചിട്ട് മൂപ്പിക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാവുള്ളൂ. മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു സാധനം കൂടെ മറന്നു കേട്ടോ, നമ്മുടെ പെട്ടെന്ന് മറന്നു പോയി. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നീലയമരിയുടെ പൊടി അത്യാവശ്യമാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. അപ്പം നീലയമരിപ്പൊടി അലർജി ഉള്ളവർക്ക് ഇങ്ങനെ എണ്ണയിൽ ചേർക്കുമ്പം അലർജി ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാകാതായിട്ട് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് 1 ടീസ്പൂണ്. അപ്പം നീലയമരിപ്പൊടി 1 ടീസ്പൂണ്,
കയ്യോന്നിപ്പൊടി 1 ടീസ്പൂണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നെല്ലിക്കാപ്പൊടി 1 ടീസ്പൂണ്, കറിവേപ്പില, കരിഞ്ചീരകം 5 ഐറ്റംസാണ്. അപ്പോൾ നമ്മളിത് ചൂടാക്കി വന്നു. കറിവേപ്പിലയും കരിഞ്ചീരകവും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ പൊടികൾ അതായത് കറിവേപ്പില ഒന്ന് ചെറിയൊരു ഒടിയുന്ന വരുവാകുമ്പോഴേ നമ്മൾ ഈ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഓരോ ടീസ്പൂൺ വീതം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടി ഇളക്കുന്ന സമയത്ത് ഈ പതയൊന്ന് പെട്ടെന്ന് അടങ്ങും. ആദ്യം പൊടിയെല്ലാം കൂടെ ഒന്ന് പതഞ്ഞ് വരും. നമ്മൾ ഒരുപാട് കരിഞ്ഞു പോരുത്. പൊടി ഒന്ന് നന്നായിട്ട് പൊടിയുടെ ഒരു പത ഒന്ന് അടങ്ങുന്ന സമയത്ത് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചെയ്യുകയേ ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അനക്കാതെ അവിടെ ഇറക്കി വെക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാണ് ചൂട് മാറാനായിട്ട്. മൂടി അവിടെ വെച്ചേക്കുക. 2 ദിവസം അവിടെ അടച്ച് വെച്ചേക്കുക. 3-ാം ദിവസം നമ്മൾ നല്ല വെള്ള തുണിയിൽ അരിച്ചെടുക്കുക. നല്ല കറുത്ത ഒരു എണ്ണയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ എണ്ണ നമ്മൾ നല്ലപോലെ തലമുടിയിലും എല്ലാം തേക്കുക. നല്ലവണ്ണം തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നല്ല രീതിയിൽ മുടി റൂട്ടിൽ നിന്നൊക്കെ നല്ലതായിട്ട് പൊട്ടി വരും. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടുള്ള ഷാമ്പു വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഷാമ്പു താളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചെമ്പത്തി താളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ അങ്ങനെ ചെയ്യാം. പിന്നെ ലൈറ്റായിട്ട് നല്ല ഹെർബൽ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇങ്ങനെ നമ്മൾ 1 മാസം അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് മുടിയുടെ ആ ഒരു സ്വാഭാവിക നിറമൊക്കെ വരും. നല്ല മുടിക്ക് തന്നെ ഓൾറെഡി ഒരു കറുപ്പ് നിറം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുടി കൊഴിച്ചിലും മാറും. അപ്പം ഇതൊന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് 1 മാസം അടുപ്പിച്ച് ചെയ്യുക. 1 മാസം കഴിഞ്ഞും ഈ നരമുടിയുള്ള ആൾക്കാരെ നിർത്തരുത്. 1 മാസം അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം ഒന്നരാടനാക്കുക. പിന്നെ 2 ദിവസം കഴിഞ്ഞാക്കുക. ഇങ്ങനെ മാറി മറിച്ചും ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയം ഒരാഴ്ചയിൽ 2 തവണയാക്കാം. അങ്ങനെ നമ്മൾ ചെയ്തു പോവുക. അപ്പം നമ്മുടെ നരമുടി നല്ലവണ്ണം തന്നെ കുറയുകയും അതുപോലെ തന്നെ പിന്നീട് ഈ പുതിയ മുടികൾ വരുന്നത് നല്ല കറുപ്പ് മുടികളായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല എഫക്റ്റീവാണ്. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ തേച്ചു, നാളെ തേച്ചു, മറ്റന്നാൾ തേച്ചു, 3 ദിവസം അടുപ്പിച്ച് തേച്ചു. എനിക്കൊരു റിസൾട്ട് ഒന്നുമില്ല, ഞാൻ നിർത്തി. അങ്ങനെ ചെയ്യരുത്. അതിലൊരു ഗുണവും നമുക്കുണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം അടുപ്പിച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. ആരാണെങ്കിലും ചിലർക്കൊരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു എണ്ണ മേടിച്ച് തേച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മേടിച്ച് തേച്ച് കഴിഞ്ഞിട്ട് ഒരു മാക്സിമം ഒരാഴ്ച അവർ ഉപയോഗിക്കും. എന്നിട്ട് പറയും, അയ്യോ എനിക്ക് ഒന്നും റിസൾട്ടില്ലേ, എനിക്ക് അതില്ലേ ഇതില്ലേ, നിർത്തി. പിന്നെ അടുത്ത ആളുടെ പുറകെ ഓടുകയായി. ഇതെല്ലാം കൂടെ വാങ്ങിച്ച് തേച്ചിട്ട് മുടിയൊക്കെ മൊട്ടച്ചിയായി പൊഴിഞ്ഞ് ഉള്ള മുടി കൂടെ നരച്ചും പോവും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിന് ഗുണമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ 1 മാസമെങ്കിലും നമ്മൾ ചെയ്യണം. എന്തായാലും ചുമ്മാ ഒരാൾ നമ്മളോട് പറഞ്ഞു തരത്തില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെങ്കിലേ നമ്മളോടൊന്നും പറഞ്ഞു തരത്തുള്ളൂ, ആരാണല്ലോ. അതുകൊണ്ട് ഞാനും പറയുന്നു, നിങ്ങൾ ചെയ്ത് നോക്കുക, മുടങ്ങാതെ ചെയ്യുക. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നരമുടിയുള്ള ആൾക്കാരെ നിർത്തരുത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക. നിങ്ങളുടെ മുടി നല്ല കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പ്രശ്നം നമുക്ക് കുറഞ്ഞു വരുമ്പോഴത്തേനും ഒരു പ്രായമായി കഴിഞ്ഞാലും, അതായത് ഒരു 40-50 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊന്നും നരയ്ക്കാതെ ഇരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത്. ഞാൻ ഇടുന്ന പായ്ക്കുകളൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ഒരു നരച്ച മുടിയില്ല. 53 വയസ്സായി, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനിയും വരുവാണെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം എന്താണ്, വന്നോട്ടെ. ഇത്രയും നാളും വന്നില്ലല്ലോ, ഇനിയിപ്പോൾ പ്രായമാകുമല്ലേ. ഇത്രയും നാളും വരാതിരിക്കുന്ന തന്നെ എൻ്റെ ഭാഗ്യം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ എന്താ പറയുക, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാം. അതുപോലെ നിങ്ങൾക്ക് ഞാനിടുന്ന ഹെയർ ഡൈകളും ഹെയർ പായ്ക്കുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു പോകാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ ഇന്ന് ചെയ്തിട്ട് നിർത്തരുത്. നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.